ഹേ എവ്രി വൺ, കുറച്ച് കാലം ഹെയർ കെയർ ഒന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ കിട്ടിയ പണിയാണിത്. ചെറിയ രീതിയിൽ ഹെയർ ഫോൾ തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ഇത് മാനേജബിളാണ്. ഇനി വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാകും. ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഹെയർ പാക്സ് ഒക്കെ ഇട്ട് ഹെയർ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് തേയിലവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന വീഡിയോസിലും ഹെയർ പാക്സ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ താളി പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ടൈപ്പ് 1 ആണ് കാണിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെയാണ് താളി അപ്ലൈ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഒരു രീതി എന്ന് പറയുന്നത് താളി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തേയിലവെള്ളം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ താളിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്നുണ്ട്. തെച്ചിപ്പൂ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു. അതുപോലെ തന്നെ തുളസി, കറിവേപ്പില, കറ്റാർവാഴ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എൻ്റെ ചെറുതായതുകൊണ്ട് എടുക്കുന്നില്ല. അതുപോലുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട്, പിന്നെ ഭൃംഗരാജ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നറിയില്ല. അവൈലബിൾ ആണെങ്കിൽ എടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. ഒഴിച്ചുകൂടാനാവാത്തത് ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല എന്നുള്ളതാണ്. പിന്നെ കറിവേപ്പില, തുളസി, ഇത് സ്കിപ്പ് ചെയ്യാതെ എടുത്താൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് മുരിങ്ങയില കൂടി എടുക്കുന്നുണ്ട്. പേരയില കൂടി വേണ്ടതായിരുന്നു. കാരണം പുതിയ മുടി കിളിർക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് മുരിങ്ങയിലയും പേരയിലയും. അപ്പോൾ ചെമ്പരത്തി ഇപ്പോൾ അധികം സീസൺ പോലെ ഉണ്ടാവില്ല, കുറച്ച് എണ്ണം കുറയും പൂവിൻ്റെ ഒക്കെ. അപ്പോൾ ഉള്ള അത്രയും എടുക്കുക. ഒരു 4-5 എണ്ണമെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ തേയില വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഒഴിക്കാണ്ടിരിക്കുക, കുറച്ചെടുത്തിട്ട്. എന്നാലേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കട്ടിക്ക് അനുസരിച്ച് എടുക്കുക. നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് അളവിൽ ഈ സാധനങ്ങളെല്ലാം തന്നെ എടുക്കുക. എന്നിട്ട് പുറത്ത് പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ തലയിൽ കുളി കഴിഞ്ഞതിന് ശേഷം പൊടി പോലെ നിൽക്കും. അല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ഇത് അരിച്ചെടുക്കാതെ അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും തലയിൽ വെച്ച ശേഷം മാത്രം കുളിക്കുക. അപ്പോൾ ബാക്കി വന്ന തേയില വെള്ളം ഈ തല കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നോർമൽ വാട്ടറിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസം താളി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ കുറയാൻ മാത്രമല്ല, നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ടാകും. ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് സ്മൂത്തായിട്ട് വരികയും ചെയ്യും. അപ്പം എൻ്റെ ഹെയറിലേക്ക് ഞാൻ കൂടുതൽ ചെയ്യാറ് താളി പാക്സ് ആണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യണേ.